പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് ഒരുക്കുന്ന എല്ലാ അനുഗ്രഹീതമായ നിമിഷത്തിനായിട്ടും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് പുതിയൊരു മാസത്തിൻ്റെ 1-ാം ദിവസം കർത്താവിനോടുള്ള സ്നേഹത്തിൽ അനേക രാജ്യങ്ങൾ ഉണർവിന് വേണ്ടി ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുകയും എല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ക്യാമറ ഓൺ ചെയ്യാൻ കഴിയുന്ന സഹോദരങ്ങളെല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുക. അത് ദൈവിക അനുഗ്രഹങ്ങളായിത്തീരും. വിശേഷിച്ച് പ്രിയ വിജയ് പാസ്റ്റർ പ്രാർത്ഥനയ്ക്കായി പല വിഷയങ്ങളിലൂടെ പറയാനിടയായി. ആ വിഷയങ്ങളെല്ലാം ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നല്ലോ. നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു സഹോദരി, തൻ്റെ സർജറി ഇന്നാണ് നടക്കുന്നത്. പ്രത്യേകം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്ന് എന്നോട് അറിയിച്ചിട്ടുണ്ട്. ഒരു നിമിഷം കണ്ണുകൾ ദൈവസന്നിധി അടച്ച് ആ സഹോദരിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ ദൈവ സാന്നിധ്യം ആ പ്രിയ സഹോദരി ആയിരിക്കുന്ന സ്ഥാനത്ത് ഇറങ്ങേണ്ടതിനും താൻ സർജറിക്ക് വേണ്ടി തയ്യാറാകുമ്പോൾ അസാധാരണമായ ദൈവിക പദ്ധതികൾ തൻ്റെ ശരീരത്തിൻ്റെ മേൽ വെളിപ്പെടണം. ഒരു രോഗത്തിനും തൻ്റെ ശരീരത്തെ വിട്ടുകൊടുക്കാതെ പൂർണ്ണമായ ഒരു സൗഖ്യത്തിലേക്ക് ദൈവം നടത്തേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. മുഴുവൻ മഹത്വവും അങ്ങയ്ക്ക്. അത് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബുധനാഴ്ച ദിവസമാണ്. വിശേഷമാണ് നമ്മൾ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. തലമുറകളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് അവസാനം തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയമെടുക്കാം. ഒട്ടും സമയം കളയാതെ വേദ ചിന്തകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 26-ാമത്തെ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ അത്ഭുതമാണ് നമ്മളിന്ന് പഠിക്കാനായി പോകുന്നത്. അതിനാധാരമായി മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 14 മുതൽ താഴേക്കുള്ള കുറച്ച് വാക്യങ്ങൾ ഒത്തിരിയുണ്ട്. അത് മത്തായി 17-ലും ലൂക്കോസ് 9-ലും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഭാഗം സുജാൻഡി എന്ന ശബ്ദമുയർത്തി വായിച്ചാട്ടെ. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 14. അവൻ ശിഷ്യന്മാരുടെ അടുക്ക വന്നാറേ വലിയ പുരുഷാരെ അവരെ ചുറ്റി നിൽക്കുന്നതും ശാസ്ത്രിമാർ അവരോട് തർക്കിക്കുന്നതും കണ്ടു. പുരുഷാരെ അവനെ കണ്ട ഉടനെ ഭ്രമിച്ച് ഓടി വന്ന് അവനെ വന്ദിച്ചു. അവൻ അവരോട്, നിങ്ങൾ അവരുമായി തർക്കിക്കുന്നത് എന്തെന്ന് ചോദിച്ചു. അതിന് പുരുഷാരത്തിൽ ഒരുത്തൻ, ഗുരു, ഊമനായ ആത്മാവുള്ള എന്റെ മകനെ ഞാൻ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അത് അവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു. പിന്നെ അവൻ നുരച്ച് പല്ല് കടിച്ച് വരണ്ടു പോന്നു. അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ നിന്റെ ശിഷ്യന്മായിട്ട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവരോട്, അവിശ്വാസമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ പോർക്കും, അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവന്റെ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 14-15 വാക്യം മാത്രം ഒന്ന് വായിക്കണം. അതിനുശേഷം ലൂക്കോസ്. അവർ പുരുഷാരത്തിന്റെ അടുക്കൽ വന്നാറേ ഒരു മനുഷ്യൻ അവന്റെ മുമ്പാകെ മുട്ടുകുത്തി, കർത്താവേ, എന്റെ മകനോട് കരുണയുണ്ടാകണമേ. അവൻ ചന്ദ്രലോകം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണു വല്ലാതെ കഷ്ടത്തിലായി പോകുന്നു. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അതിന് യേശു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും, അവൻ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് ഉത്തരം പറഞ്ഞു. യേശു ഭൂതത്തെ ശാസിച്ചു, അതവനെ വിട്ടുപോയി. ഒരു വാക്കൂടെ ലൂക്കോസ് 9:37 ഒറ്റ വാക്യം വായിച്ചാൽ മതി. 9:37. പിറ്റേന്നാൾ അവൻ മലയിൽ ഇറങ്ങി വന്നപ്പോൾ ബഹുപുരുഷാര് അവനെ എതിരേറ്റു.
മതി. ശ്രദ്ധിച്ചേ, ഈ 3 ഭാഗത്തും കണക്റ്റായി കിടക്കുന്ന ഒരു തലമുറയുടെ വിടുതലാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ഒരു തലമുറയുടെ വിടുതൽ. ബൈ ദ വേ, നമ്മുടെ ജെയിംസ് ചാൻ്റെ സഹോദരൻ്റെ മരണവിവരം നിങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. ഒരു സഹോദരി ആ കുടുംബത്തിന് വേണ്ടി ദീർഘനാളുകളായി അവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നുണ്ടായ മരണം, ആ വാർത്ത കേട്ട ഉടനെ പ്രിയ ജെയിംസ് ചാൻ്റെ സഹോദരൻ കുഴഞ്ഞു വീഴുകയായിരുന്നു. താൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ആ കുടുംബം വളരെ ദുഃഖത്തിലാണ്. ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഓക്കെ, ഇവിടെ ഒരു തലമുറയുടെ മേൽ കിടക്കുന്ന ഒരു അൺക്ലീൻ സ്പിരിറ്റിനെ കർത്താവ് സൗഖ്യമാക്കുന്നതാണ് നമ്മൾ വായിക്കുന്നത്. അവസാനം വായിച്ചു നിർത്തിയത്, അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറേ എന്നൊരു പദമാണ്. മലയിൽ നിന്ന് ഇറങ്ങി വന്നാറേ. മലയുടെ മുകളിൽ നടന്നത് എന്തെന്ന് നമുക്കറിയാം. അത് മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷനാണ്. എന്ന് പറഞ്ഞാൽ മറുരൂപ മലയുടെ സാഹചര്യങ്ങളാണ്. ഞാൻ അവിടെ ഒരു പദം പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാം. ജീസസ് കംസ് ഡൗൺ ഫ്രം ദ മൗണ്ടൻ ഓഫ് ഗ്ലോറി and enters a valley of human sufferings. ശ്രദ്ധിച്ചേ, യേശു മഹത്വത്തിൻ്റെ പർവ്വതം വിട്ട് മനുഷ്യൻ്റെ കഷ്ടതയുടെ താഴ്വരയിലേക്ക് ഇറങ്ങുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഇന്ന് ഞാനിത് പറഞ്ഞു തുടങ്ങുമ്പോൾ ചില തലമുറകളുടെ കഷ്ടതകളുടെ താഴ്വരകളിലേക്ക് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു ഇറങ്ങി നിൽക്കും. ചേർന്ന് ആമേൻ പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ. ഓ ജീസസ്. ഞാൻ വീണ്ടും ആ പദം പറയുന്നു. മഹത്വവാനായ കർത്താവ് മറുപം മലയിൽ മഹത്വത്തിൻ്റെ ശക്തിയിൽ ശിഷ്യന്മാർ കണ്ട യേശുനാഥൻ മനുഷ്യൻ്റെ കഷ്ടതയുടെ താഴ്വരകളിലേക്ക് ഇറങ്ങുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. സഹോദരങ്ങളെ, നാം സേവിക്കുന്ന നമ്മുടെ നാഥൻ നമ്മുടെ കഷ്ടതകൾ കാണാതെ മഹത്വത്തിൻ്റെ പർവ്വതങ്ങളുടെ മുകളിൽ ഇരിക്കുന്നവനല്ല. എന്നെ കാണണമെങ്കിൽ എല്ലാ വർഷവും ഇങ്ങോട്ട് പർവ്വതത്തിലോട്ട് കയറി വാ എന്നെൻ്റെ യേശു പറഞ്ഞില്ല. ഇവിടെ ഉണ്ടോ നിങ്ങൾ? പലരും ആരാധനാമൂർത്തിയെ കാണാൻ വർഷാവർഷം പർവ്വതങ്ങളിലേക്ക്, മലകളിലേക്ക് പോകുന്ന സാഹചര്യം നമുക്കറിയാം. പക്ഷെ യേശുനാഥൻ കണ്ടോ? മല വിട്ട്, പർവ്വതം വിട്ട് കരയുന്നവൻ്റെ തലമുറയുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്നത് കണ്ടോ? ബുധനാഴ്ചയുടെ പകൽ തലമുറകൾക്ക് വേണ്ടി ഏകദേശം 120ഓളം കുടുംബങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നസ്രയന യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ചില തലമുറകളെ സ്വർഗം സ്പർശിക്കേണ്ടതിനും യേശുവിൻ്റെ മഹത്വം അവരുടെ മേൽ ഇറങ്ങി വരേണ്ടതിനും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ഞാനൊരു പ്രൊഫറ്റിക്കൽ അട്ടറൻസ് പോലെ ആ പദം കൈമാറുന്നു. ഒരു മേജർ ഷിഫ്റ്റ്. മഹത്വവാനായ യേശുനാഥൻ കരയുന്നവൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ആ സാഹചര്യം അനുഭവിക്കാൻ ഇന്ന് പകൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എത്ര പേർക്ക് മനസ്സുണ്ട്? പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നീ അത് കാണും, നീ അത് അനുഭവിക്കും. ഷാർദ്ധാമാസിയാധന ക്രിസ്തലോ. ഇനി രണ്ടാമത്തെ ഒരു ഭാഗം. ഇവിടെ യേശുക്രിസ്തു അസാധാരണമായ ദൈവിക അനുഭവത്തിൽ പത്രോസിനും യാക്കോബിനും യോഹന്നാന്റെ മുമ്പിൽ പ്രത്യക്ഷനായിട്ട് നിൽക്കുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, യേശുക്രിസ്തു
ഏത് സാഹചര്യത്തിലാണ് ഇപ്രകാരം താൻ രൂപം മാറിയത്, തൻ്റെ രൂപഭാവങ്ങൾക്ക് മാറ്റം വന്നതെന്ന് പത്രോസും യാക്കോബും യോഹന്നാനും അടുത്ത് നിന്ന് കണ്ടു നിൽക്കുകയാണ്. ഇറ്റ് വാസ് എ ഗ്രേറ്റസ്റ്റ് സ്പിരിച്വൽ എക്സ്പീരിയൻസ്. അസാധാരണ ആത്മീക അനുഭവങ്ങളായിരുന്നു അത്. പക്ഷെ ഇറങ്ങി വരുമ്പോൾ അസാധാരണമായ ഒരു ബാറ്റിലായിരുന്നു തന്നെ കാത്തിരുന്നത്. അർത്ഥം, the greatest battles often follow the greatest spiritual experiences. എന്ന് പറഞ്ഞാൽ അസാധാരണമായ ആത്മീക അനുഭവങ്ങൾക്ക് പുറകാലെ അസാധാരണമായ ബാറ്റിലുകൾ എഴുന്നേറ്റ് വരും. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ദൈവശബ്ദം ദിക്കുകൾ പൊട്ടിപ്പോകത്തക്ക തരത്തിൽ നീ കേട്ടെങ്കിൽ അടുത്ത എപ്പിസോഡ് മരുഭൂമിയായിരിക്കുമെന്നോർത്തോണം യേശുവിൻ്റെ നാമത്തിൽ. പക്ഷെ തിരിച്ചറിയേണ്ട ഒരു സാഹചര്യം, യോർദാന്റെ നടുവിൽ അവിടുന്ന് കേട്ടത് പിതാവിൻ്റെ ശബ്ദമെങ്കിൽ മരുഭൂമിയിൽ ജയം ഉറപ്പാണ്. ഒരാമേൻ പറയാൻ പറ്റുന്നവർ യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ഇന്ന് നീ അനുഭവിക്കുന്ന പല ബാറ്റിലുകളും പല യുദ്ധസമാനമായ സാഹചര്യങ്ങളും നിനക്ക് കൈമാറേണ്ട ഒരു ബലമുണ്ട്. അതെന്തെന്നറിയാമോ? ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, ഏതാനും നാഴികകൾക്ക് മുമ്പ് നിന്റെ മേൽ വെളിപ്പെട്ടു വന്നൊരു ആത്മീക അനുഭവമില്ലേ? അപ്പന്റെ ശബ്ദം നീ ചെവിയിൽ കേട്ടില്ലേ? ഇത് നിന്റെ വിജയത്തിന്റെ താഴ്വരയാണ്. ഇത് നിന്റെ വിജയത്തിന്റെ താഴ്വരയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, നിന്നെ ഒരുക്കുന്ന മലകൾ, ഉയർന്ന മലകൾ നിന്നെ ഒരുക്കുന്നതാണ്. പക്ഷെ താഴ്വരകൾ നിന്നെ പ്രൂവ് ചെയ്യുന്നതാണ്. ശാന്താന റമഖസിയാദന. The mountains prepares you, but the valley proves you. ഒരാമയും പറയാൻ പറ്റുന്നുണ്ടോ? ഉയർന്ന മലയ്ക്കകത്ത് ആരുമായും അധികം സഹവാസമില്ലാതെ പിതാവായ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന പുത്രൻ തമ്പുരാൻ ജീസസ്. സഹോദരങ്ങളെ, ഏകാന്തതയുടെ ആഴങ്ങൾക്കകത്ത് ദൈവവുമായുള്ള ബന്ധത്തിൽ നീ പ്രാപിച്ചെടുത്ത ആത്മസാന്നിധ്യങ്ങളെ നിനക്ക് ഓർക്കാൻ കഴിയുന്നെങ്കിൽ നിന്നോട് പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയുന്നു. അടുത്ത താഴ്വര അത് നിന്റെ തകർച്ചയുടെ താഴ്വരയല്ല, പകരം ആ താഴ്വര നീ ആരെന്നു ലോകമറിയുന്ന ഞാനിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ പദം വിശ്വസിക്കുന്നവരുടെ മേൽ കൈമാറുന്നു. ആരാധിക്കുന്നവരെ ഞാൻ കാണുന്നു, പ്രാർത്ഥിക്കുന്നവരെ ഞാൻ കാണുന്നു. നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ ആ ദൂത് ഞാൻ കൈമാറുന്നു. ദൂത് റിസീവ് ചെയ്യുന്നവരുടെ മേൽ ഞാൻ ആ സന്ദേശത്തെ കൈമാറുന്നു. ഈ താഴ്വര നിന്റെ തകർച്ചയുടേതല്ല, ഈ താഴ്വര നിന്റെ അനുഗ്രഹത്തിൻ്റെതാകും. അതിനേക്കാളുപരി ഈ താഴ്വരയിൽ നീ ആരെന്ന് വെളിപ്പെടും. ഒരു പദം ഞാൻ പറയാം. യേശു വരുന്നത് വരെ ആ താഴ്വരയിൽ ഒരു തർക്കം നടക്കുക. തർക്കം. ആ തർക്കം ആരംഭിച്ചത് ഒരു പരാജയത്തിൽ നിന്നാണ്. ഈ പല തർക്കങ്ങളും ആരംഭിക്കുന്നത് പരാജയത്തിൽ നിന്നാണ്. ഇത് കൂടെ ഉണ്ടോ നിങ്ങൾ? 2, ഈ പല തർക്കങ്ങളുടെയും പുറകു പിടിച്ചു പോയാൽ പിശാച് പിടിച്ച ഒരുത്തൻ കാണും. ഹലോ, പിശാച് പിടിച്ച ഒരുത്തൻ ഒരുമാതിരിപ്പെട്ട എല്ലാ തർക്കങ്ങളുടെയും പുറകിൽ കാണും. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഈ പിശാച് പിടിച്ച ഈ ചെറുക്കന് ചുറ്റും ഒരു വലിയ തർക്കം നടക്കുക. പക്ഷെ യേശുനാഥൻ ഇറങ്ങിച്ചെന്നപ്പോൾ തർക്കത്തിന് സ്കോപ്പില്ലാതായി. കമോൺ, ഞാൻ ദൂത് പറയുന്നു, കൃപയോടെ നീ ഇറങ്ങിച്ചെല്ലുന്നിടത്ത് ചില തർക്കങ്ങൾ ഇല്ലാതാകും.
തർക്കങ്ങൾ നിമിത്തം മുറിവേറ്റ, വാക്ക് തർക്കങ്ങൾ നിമിത്തം, വാക്കുകൾ നിമിത്തം, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു പോയത് നിമിത്തം മനസ്സ് തകർന്നിരിക്കുന്ന ആരോ എൻ്റെ ശബ്ദം കേൾക്കുന്നു. നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നീ കൈമാറാൻ പോകുന്ന നിൻ്റെ മേലുള്ള ആത്മസാന്നിധ്യം അതിനെ പിടിച്ചു നിർത്തും. വിശ്വാസത്തോടെ ഒരാമേൻ വാ തുറന്ന് പറയുക. 2, ഒരു പരാജയത്തിൻ്റെ ചരിത്രമാണ്. ചേർന്ന് ആമേൻ പറഞ്ഞ്, ആ കരമുയർത്തിയെന്ന് ആമേൻ പറഞ്ഞ്. ക്യാമറ ഓൺ ചെയ്യാൻ കഴിയുന്നവർ എല്ലാവരും ക്യാമറ ഓൺ ചെയ്തേ. ഓക്കെ, ശ്രദ്ധിച്ചേ. ഈ രണ്ടാമത്തത് ഒരു പരാജയത്തിൻ്റെ ചരിത്രമാണ്. രണ്ടാമത്തെ എന്താ? ഒരു പരാജയത്തിൻ്റെ ചരിത്രമാണ്. എന്ന് പറഞ്ഞാൽ ഈ തർക്കം കേട്ട് യേശു അവിടെ ചെന്നപ്പോൾ ചോദിച്ചു, എന്താ സംഭവം? അപ്പോൾ അപ്പം പറയുകയാണ്, എൻ്റെ മോനൊരു പ്രശ്നമുണ്ട്. ഇവൻ അധികം സംസാരിക്കത്തില്ല, സംസാരിക്കാത്തവനാണ്. 2, ഇവന് ചന്ദ്രരോഗമുണ്ട്. പലപ്പോഴും ഇവനെ തള്ളിയിടും. ഇവൻ വായിലൂടെ നൊരയും പതയെല്ലാം പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവൻ കിടക്കുന്നത്. ഞാൻ സത്യത്തിൽ നിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് ഞാൻ അവനെ കൊണ്ടുപോയി. ഞാനൊരു വാക്കിങ്ങനെയൊക്കെ പറയുക, ഈ നൊരയും പതയും വന്ന് കിടക്കുന്ന ചെറുക്കനെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി. അവർ ശ്വാസിച്ചിട്ട് ഭാ 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 പറഞ്ഞ് കുറേ തുപ്പലൂടെ കൊച്ചിൻ്റെ മുഖത്ത് വീണതല്ലാതെ ഒരു മാറ്റവും ഉണ്ടായില്ല. ജോസഫച്ചായ, ഇതുവരെ കൊച്ചിൻ്റെ തുപ്പൽ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പം കുറേ എണ്ണം ശ്വാസിച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ തുപ്പലും കൂടെ ആരുടെ പുറത്തായി? ഈ ചെറുക്കൻ്റെ പുറത്തായി. ഈ അപ്പനങ്ങ് മടുത്ത്, എടാ ഇതുവരെ എൻ്റെ കൊച്ചിൻ്റെ തുപ്പൽ എനിക്ക് തുടച്ചാൽ മതിയായിരുന്നു, ഇപ്പം ഇവന്മാരുടെയും കൂടെ തുപ്പൽ തുടയ്ക്കണമല്ലോ എന്ന് പറഞ്ഞ ഏകപ്പാടെ പ്രശ്നത്തിൽ നിൽക്കുമ്പോഴാണ് യേശു അങ്ങോട്ട് ചെല്ലുന്നത്. ശിഷ്യന്മാരെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ശിഷ്യന്മാരുടെ അവസ്ഥ നിങ്ങളൊന്ന് ഓർത്തേ. ശിഷ്യന്മാരുടെ അവസ്ഥ, ശിഷ്യന്മാരാന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ എൻ്റെ ജോബിച്ചായ പ്രാർത്ഥിക്കാൻ കൊണ്ട് ചെന്നാൽ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റുമോ? അതും ഇവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. They had previously cast out demons. ഇവർ പലതവണ ഭൂതങ്ങളെ പുറത്താക്കിയവരാ. ആദ്യമായിട്ട് പുറത്താക്കിയപ്പോൾ ഇവർ പോലും ഞെട്ടിപ്പോയി. ഇവർ യേശുവിനോട് പറഞ്ഞു, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ പുറത്താകുന്നു, നിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകുന്നു. ചുരുക്കം പറഞ്ഞാൽ ഇവർ നേരത്തെ ഭൂതങ്ങളെ പുറത്താക്കിയവരാ. പക്ഷെ ഇപ്പോൾ ഭൂതം പുറത്തു പോകുന്നില്ല, തുപ്പൽ മാത്രമേ പുറത്തു പോകുന്നുള്ളൂ. ഹ്യൂമൻ എബിലിറ്റി cannot replace spiritual authority. അവിടെ ഒരു അപകടം ഞാൻ പറയാം, എൻ്റെ കൂടെ നിങ്ങൾ വരണേ. അവിടെ ഒരു അപകടം ഞാൻ പറയാം. യെസ്റ്റർഡേസ് വിക്ടറി ഡസ് നോട്ട് ഗ്യാരണ്ടി ടുഡേയ്സ് അതോറിറ്റി. നീ ഇന്നലെ ജയിച്ചവനായതുകൊണ്ട് ഇന്ന് ജയിക്കണം എന്നില്ല. ഇവിടെ ഉണ്ടോ? എല്ലാവരും ഇവിടെ ഉണ്ടോ? നീ ഇന്നലെ ജയിച്ചവനായതുകൊണ്ട് ഇന്ന് ജയിച്ചവനാകണമെന്നില്ല. എവറി ബാറ്റിൽ, ഈച്ച് ആൻഡ് എവറി ബാറ്റിൽ റിക്വയേഴ്സ് ഫ്രഷ് ഡിപ്പെൻഡൻസ് ഇൻ ഗോഡ്. നിന്റെ ജീവിതത്തിലെ എല്ലാ പ്രതിബന്ധങ്ങളും വീണ്ടും വീണ്ടും നവീകരിക്കപ്പെട്ട ദൈവാശ്രയത്തിനകത്ത് ഉൾപ്പെട്ടതായിരിക്കണം. ഇന്നലെ നീ ജയിച്ച മേഖലയെ കണ്ടുകൊണ്ട് ഇന്ന് അതേ മേഖല തലമുറയുടെ വിഷയത്തിനകത്ത് ജയിക്കാമെന്ന് നീ കരുതിയാൽ നോ. ഈ ശിഷ്യന്മാർ ഫ്രഷേഴ്സ് അല്ലായിരുന്നു. They have casted out many demons in the history. In the previous days, they have casted out many demons. അവർ പല ഭൂതങ്ങളെയും പുറത്താക്കിയവരാണ്. പക്ഷേ ഈ ഭാഗത്ത് വരുമ്പോൾ അവർ പരാജയപ്പെട്ടു. ഞാൻ പരിശുദ്ധാത്മാവിൽ ഇടപെടുന്നു.
ഒരു ഭാഗത്ത് ജയിച്ചു നിന്ന നീ ചില മേഖലകൾക്കകത്ത് വീണ്ടും പരാജയപ്പെട്ടു എന്നുള്ള ചിന്ത വരുമ്പോൾ ഓടി ദൈവാശ്രയത്തിലേക്ക് കയറ്. ഇന്നലകളിലെ ചരിത്രം പറഞ്ഞിരിക്കാതെ, ഓ ഷഥമ റഹസ്യാതന, ഇന്നലകളിലെ ചരിത്രം പറഞ്ഞിരിക്കാതെ, അപ്പാ അങ്ങില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അങ്ങയിലല്ലാതെ എനിക്കൊന്നും നടക്കത്തില്ല എന്ന് പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ 135ഓളം കുടുംബങ്ങൾ എൻ്റെ ശബ്ദം ഇപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ ഇടപെടുന്നു. സ്വർഗമേ, എൻ്റെ ജീവിതത്തിനകത്ത് അങ്ങനെ ഒരു അത്ഭുതം ഉണ്ടാകണേ എന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ, ഐ നീഡ് എ ഫ്രഷ് ഡിപ്പെൻഡൻസി എന്ന് പറയുന്നവരുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ ഇങ്ങനൊരു പദം പറയുന്നു. ഈ അമൻ മേഖലകളെ നീ ജയിക്കും. നിൻ്റെ മേൽ അസാധാരണമായ ഒരു ദൈവാനുഗ്രഹം കൈമാറപ്പെടും. നിൻ്റെ മേലൊരു അധികാരം, ചില അധികാരത്തിൻ്റെ ശുശ്രൂഷകൾക്കകത്തേക്ക് സ്വർഗം ചിലതിനെ വിളിച്ചു കയറ്റുന്നു. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ ആ ഭാഗത്ത് കൊണ്ടൊരു പദം കൂടെ പറയാം. ശിഷ്യന്മാർ തോറ്റത് കൊണ്ട് നിൻ്റെ തലമുറയ്ക്ക് വിടുതലില്ല എന്നർത്ഥമില്ല. ഇവിടെ ഉണ്ടോ നിങ്ങൾ? പലരും പ്രാർത്ഥിച്ച് പരാജയപ്പെട്ടത് കൊണ്ട് നിൻ്റെ തലമുറയ്ക്ക് വിടുതലില്ലെന്ന് അർത്ഥമില്ല. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില തലമുറകളുടെ മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. പലരും പ്രാർത്ഥിച്ച് പരാജയപ്പെട്ടത്, പലരും സുല്ലിട്ടൊഴിഞ്ഞത്, ഓ ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഒന്നുകൂടെ ഒരു പദം പറഞ്ഞാൽ പലതിൻ്റെയും തുപ്പൽ വീണ കേസുകൾ എൻ്റെ യേശുനാഥൻ എടുക്കും. ആമേൻ, 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 ആമേൻ. പലരും തോറ്റ കേസ് എൻ്റെ യേശുനാഥൻ എടുക്കും. ഓ ജീസസ്, ജീസസ്, ജീസസ്. പലരും പരാജയപ്പെട്ട കേസ് എൻ്റെ യേശുനാഥൻ എടുക്കും. രണ്ടാമത്തെ ഒരു ഭാഗം, പലരും തോറ്റ് പരാജയപ്പെട്ടിടത്ത് നിന്നെ ദൈവത്തിന് ജയിപ്പിക്കാൻ പറ്റും. മിടുക്കന്മാർ അപ്പോസ്തലന്മാര് തോറ്റിടത്ത് സാധാരണക്കാരനായ നിന്റെ മേലെ അധികാരത്തെ കൈമാറാൻ യേശുവിന് പറ്റും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ഓ ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ കഴിവുകൾ പരാജയപ്പെടട്ടെ. ദൈവാശ്രയത്തിനകത്തുള്ള ചിലത് കയറി വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്ത് ആ ദൂതിനെ ഒന്ന് റിസീവ് ചെയ്ത് എൻ്റെ ലൈഫിൽ അങ്ങനെ സംഭവിക്കട്ടെ എന്നൊന്ന് പറഞ്ഞേ. എൻ്റെ കുടുംബത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞേ. ലോർഡ്, ഐ നീഡ് യു. ഐ എം കംപ്ലീറ്റ്ലി submitting myself for thy dependency. I am depending completely on you. നിന്നിലാണ് എൻ്റെ ആശ്രയം. ആ ആശ്രയത്തിനകത്ത് എൻ്റെ ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതെല്ലാം പിശാചേ ഞാൻ ചെയ്യും. ഓ ജീസസ്, അതുകൊണ്ടല്ലേ അപ്പോസ്തലൻ പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ചേർന്നാമേൻ പറഞ്ഞാട്ട്. അഞ്ചാമത്തെ ചിന്ത, അവിടെ the demon repeatedly threw the boy into the fire and water. ഈ പിശാച് പലപ്പോഴും അവനെ വെള്ളത്തിലും തീയിലും തള്ളിയിടും. കണ്ടോ? സോ ദ എനിമീസ് ഗോൾ ഈസ് ഡിസ്ട്രക്ഷൻ. നിന്റെ തലമുറയെ എന്നേക്കുമായി മുടിക്കാനാണ് പിശാച് വരുന്നത്. ബട്ട് മൈ ലോർഡ്, ഹിസ് പർപ്പസ് ഈസ് യുവർ റിസ്റ്റോറേഷൻ. അമ്മയും പറയാൻ പറ്റുമോ? യേശുവിൻ്റെ നാമത്തിൽ. അതെ, തകർക്കാൻ പിശാച് വരുമ്പോൾ നിന്നെ റിസ്റ്റോർ ചെയ്യാൻ യേശു ഉണ്ടെന്നുള്ള അറിവ് എത്ര പേർക്കുണ്ട്? നിന്റെ തലമുറയെ തകർത്ത് കളയാൻ പിശാച് വെല്ലുവിളിക്കുമ്പോൾ
അതിനെ റിസ്റ്റോർ ചെയ്യാൻ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ യേശു ഇറങ്ങി വരും. ഒരു ഭാഗം കൂടെ ഞാനൊന്ന് പറയട്ടെ. ഇവിടെ 2 പ്രാർത്ഥന കാണാം. എൻ്റെ ചിന്തയാണേ. ഒന്ന്, പരാജയപ്പെട്ട അപ്പോസ്തലന്മാരുടെ പ്രാർത്ഥന. ഇത് പ്രാർത്ഥിച്ച് കാണുമല്ലോ അല്ലേ? ഉറപ്പായിട്ടും. പിന്നെ എന്തെല്ലാം ട്രയലുകൾ അവിടെ നടന്നു കാണും, എന്തെല്ലാം കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് കാണും, അറിയില്ല. പക്ഷെ ഒരു പ്രാർത്ഥന അവിടെ നടന്നു. 2, അവിടെ ആ തലമുറയുടെ അപ്പൻ്റെ സിൻസിയറായ ഒരു കണ്ണുനീര് കണ്ടു. എന്തോ അപ്പൻ ഒറ്റ കരച്ചില്ല. മർക്കോസ് 9:24 വായിക്കുമ്പോൾ, എൻ്റെ അവിശ്വാസം പൊറുക്കണേ കർത്താവേ, ഐ ബിലീവ്, ഹെൽപ്പ് മൈ അൺബിലീഫ് എന്നുള്ള അപ്പൻ്റെ കരച്ചിലുണ്ടോ? ഹോണസ്റ്റ് ഫെയ്ത്ത് ഈസ് ബെറ്റർ ദാൻ പ്രിറ്റൻഡഡ് ഫെയ്ത്ത്. നമ്മൾ പലരും ഉണ്ടല്ലോ, ദൈവത്തിൻ്റെ അടുത്ത് വരെ അവനെ കാണിക്കുന്നത് പ്രിറ്റൻഡഡ് ഫെയ്ത്താണ്. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഭയങ്കര പദങ്ങൾ അടുക്കി വെച്ച സാഹിത്യാത്മകമായ രീതിയിൽ ചാലിച്ചെടുത്ത വലിയ പദങ്ങളൊന്നും ആയിരിക്കത്തില്ല. പക്ഷെ ഉള്ള കാര്യം മനസ്സ് തുറന്ന് റിയലായിട്ട് സംവദിക്കുന്നത് എൻ്റെ യേശുവിന് ഇഷ്ടമാണ്. എൻ്റെ സായഞ്ചായ ഈ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്തത്, യേശുവിനെ കണ്ട ഉടനെ ഈ സാധു അപ്പൻ്റെ നിലവിളിക്ക് എൻ്റെ യേശു നിന്നു. എനിക്കെന്നൊരു കാര്യം മനസ്സിലായി, ഒന്നും നോക്കാതെ കരയാൻ ആരേലും ഉണ്ടെങ്കിൽ എൻ്റെ യേശു കണ്ണുനീരുകളെ മറികടന്നു പോകത്തില്ല. ഞാൻ ആത്മാവിൽ അങ്ങനെ മനസ്സിലാക്കുന്നു. യേശുവേ, ഞങ്ങൾ 140ഓളം കുടുംബങ്ങൾ ഈ സൂം മീറ്റിങ്ങിൽ ഇപ്പോൾ അറ്റൻഡ് ചെയ്യുക, 137 കുടുംബങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അസാധാരണമായ ആ രീതിയിൽ ഞങ്ങളുടെ സിൻസിയറായുള്ള നിലവിളി യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഇവിടെ സുനിൽ സിസ്റ്റർ ടൈപ്പ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്തതുപോലെ, സിൻസിയർ ക്രൈസ് ആർ ഗോയിങ് ടു ബി അക്സെപ്റ്റഡ്. ഇവിടെ ഉണ്ടോ നിങ്ങൾ? നിൻ്റെ സ്വാഭാവികമായ ആത്മാർത്ഥമായ ചെറിയ കണ്ണുനീരുകളുണ്ടല്ലോ, അസാധാരണ വിടുതലുകളെ കൊണ്ടുവരും. വലിയ അപ്പോസ്തലന്മാർ ശക്തമായി പ്രാർത്ഥന നടക്കാത്ത കാര്യം സാധുവായ നിൻ്റെ പ്രാർത്ഥനാമുറിക്കകത്ത് കൈകാര്യം ചെയ്യപ്പെടും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഒരാമയും പറഞ്ഞേരും കേട്ടോ, ഒരാമയും പറഞ്ഞാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഗോഡ് ക്യാൻ വർക്ക് വിത്ത് യുവർ ഇംപെർഫെക്റ്റ് ഫെയ്ത്ത് ദാറ്റ് ഈസ് ഹോണസ്റ്റ്ലി സറൻഡേഡ്. അവൻ തുറന്നു പറഞ്ഞു, എൻ്റെ അവിശ്വാസം പൊറുക്കണേ. He submitted himself as imperfect faith. He acknowledged it, but he honestly surrendered. അവൻ ആത്മാർത്ഥമായിട്ട് തന്നെ എന്ത് ചെയ്തു? സറണ്ടർ ചെയ്തു. കർത്താവേ, എൻ്റെ അവിശ്വാസം പൊറുക്കണമേ. ക്ഷണത്തിൽ സൗഖ്യം. ആമേൻ, 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 ആമേൻ. ഒറ്റ വാക്ക് മുമ്പേ ഞാൻ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോകും. The mountain revealed his glory, but the valley revealed his power. ഉയർന്ന മലകൾ, ചില ഉയർച്ചകൾ ദൈവമഹത്വത്തെ വെളിപ്പെടുത്തും. പക്ഷേ ചില താഴ്വരകൾ
നിന്റെ മേലുള്ള ദൈവശക്തിയെ വെളിപ്പെടുത്തും. ഒന്നുകൂടെ പറയാം, ആ പദം ഉയർന്ന സാഹചര്യങ്ങൾ നിന്റെ മേലുള്ള ദൈവമഹത്വങ്ങളെ വെളിപ്പെടുത്തുമ്പോൾ താഴ്ന്ന താഴ്വരകൾ നിന്റെ മേലുള്ള ദൈവശക്തിയെ വെളിപ്പെടുത്തും. ഒന്നുകൂടെ പറഞ്ഞാൽ നീ ആരെന്ന് വെളിപ്പെടുത്തും. സ്വർഗം അതിനിടയാക്കട്ടെ. വിശേഷിച്ച് ജൂലൈ മാസം 1-ാം തീയതി ഒരു പുതിയ മാസം നമ്മൾ കടക്കുമ്പോൾ, ഒരു വർഷത്തിൻ്റെ മധ്യഭാഗം, ഈ വരുന്ന അടുത്ത മാസങ്ങൾ ഗ്ലോബൽ റിവൈവൽ നെറ്റ്വർക്കുമായി ചേർന്ന് നിൽക്കുന്ന, അല്ല പെനിയൽ ചർച്ച് ഓഫ് ഗോഡുമായി ചേർന്ന് നിൽക്കുന്ന, പല മേഖലകളിൽ ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്കെല്ലാവർക്കും അസാധാരണമായ അനുഗ്രഹത്തിൻ്റെ വർഷമാകട്ടെ, മാസങ്ങളാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ച് ഈ 1-ാം തീയതി ഒരു ബുധനാഴ്ച ആയതുകൊണ്ടും നമ്മുടെ സൂം മീറ്റിങ്ങിൽ എല്ലാ ബുധനാഴ്ചകളിലും തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമായതുകൊണ്ടും ഞാൻ യേശുവിൻ്റെ നാമം ചൊല്ലി ഈ മാസം നമ്മുടെ തലമുറകളുടെ എല്ലാം ജീവിതത്തിൽ അസാധാരണമായ ദൈവാനുഭവങ്ങൾ ഉണ്ടാകുന്ന, ദൈവാശ്രയങ്ങൾ വെളിപ്പെടുന്ന, ദീർഘനാളുകളായി മുടങ്ങിക്കിടക്കുന്ന ദൈവിക നന്മകൾ കാണുന്ന മാസമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം എല്ലാ ദൈവമക്കളും കണ്ണുകളെ ദൈവസന്നിധി അടച്ചാട്ടെ. നമുക്കൊരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞാൻ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ച് 150ഓളം ഡിവൈസസ് ഇന്ന് പകലിൽ ഈ സൂം മീറ്റിങ്ങിൽ കൂടി എല്ലാ ദിവസവും രാവിലെ നാഥ ഞങ്ങൾ ദേശത്തിൻ്റെ വിടുതലുകൾക്കും അനുഗ്രഹങ്ങൾക്കും വചന ധ്യാനങ്ങൾക്കും വേണ്ടി ഒരുമിച്ച് കൂടുന്നു. ഞാനിവരെ വിശേഷം പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നു. ഇന്ന് ബുധനാഴ്ചയാണ്. ഞങ്ങൾ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ മീറ്റിങ്ങുമായി കണക്റ്റായി നിൽക്കുന്ന എല്ലാ തലമുറകൾക്കായും പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ തലമുറകൾ തൊട്ട് ഈ മീറ്റിങ്ങിൽ ഇന്ന് പുതുതായിട്ട് ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അവരുടെ തലമുറ വരെ യേശുവിൻ്റെ നാമത്തിൽ അസാധാരണമായ അനുഗ്രഹങ്ങൾ അനുഭവിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർ സൗഖ്യമാകണമേ. ദൈവിക മഹത്വങ്ങളെ വെളിപ്പെടുത്തണമേ. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്തോത്രം. വിശേഷിച്ച് ഇതൊരു പുതിയ മാസത്തിൻ്റെ ആരംഭമാണല്ലോ. ഈ വർഷം ഞങ്ങൾക്ക് ശേഷിക്കുന്നത് അടുത്ത പകുതി മാസങ്ങളാണ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ജനത്തെ ആത്മാവിൽ അനുഗ്രഹിക്കുന്നു. ഇവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ വർഷം അനുഗ്രഹത്തിൻ്റെതാകട്ടെ. ഈ മാസങ്ങൾ ദൈവാനുഗ്രഹങ്ങളുടേതാകട്ടെ. മുടങ്ങിക്കിടക്കുന്നതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ റിലീസാകാൻ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. അത് യേശുവിൻ നാമത്തിൽ തന്നെ. മറക്കരുത്, നമ്മൾ കേട്ട പദം ഉയർന്ന മലകൾ ദൈവിക മഹത്വങ്ങളെ വെളിപ്പെടുത്തുമ്പോൾ താഴ്ന്ന താഴ്വരകൾ ദൈവിക ശക്തിയെ വെളിപ്പെടുത്തും. ഗോഡ് ബ്ലസ് യു. ആശീർവാദം.